പി വി അൻവറിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ബേപ്പൂരിലേക്ക്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ഇപ്പോൾ ഔദ്യോഗിക തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എങ്കിലും ബേപ്പൂരിൽ അൻവർ തന്നെ വരും എന്നുള്ള കാര്യം ഒരു തീരുമാനമായതായാണ് മനസ്സിലാക്കുന്നത്. അൻവർ തന്നെ പ്രചാരണ കളത്തിലേക്കൊക്കെ ഇറങ്ങിയതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനും ലീഗിനും ഈ ഒരു വിഷയത്തിൽ ഒരേ മനസ്സാണ് എന്നാണോ? പതിവില്ലാത്ത രീതിയിൽ തന്നെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫിലെ ധാരണകളോ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളിലോ കടക്കാതെ തന്നെ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പൊതുവെ മുസ്ലിം ലീഗും കോൺഗ്രസും കോഴിക്കോട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. കെ പ്രവീൺകുമാർ DCC പ്രസിഡന്റ് പറയുന്ന കാര്യം തീരുമാനമായിട്ടില്ല എന്ന ശരിയാണ്. അതേസമയം പി വി അൻവർ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്, ബേപ്പൂരിന് പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ്. അവിടെ 10,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കണക്ക് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മണ്ഡലത്തിലെ ഒരു നേതാവ് കൂടിയായ MC മൈനാജിയും പറയുന്നത് UDF പ്രവർത്തകർ അദ്ദേഹത്തെ തോളിലേറ്റിക്കൊണ്ട് നടക്കുമെന്ന രീതിയിലാണ്. അത് വലിയ തോതിലുള്ള ആവേശം UDF ക്യാമ്പിൽ പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, വലിയ തോതിലുള്ള ഗ്യാപ്പ് LDF UDF തമ്മിലുള്ള സ്ഥലമാണ്. അവിടെ ഒരു മികച്ച ആവേശകരമായൊരു മത്സരം കാഴ്ചവെക്കാൻ പി വി അൻവറിന് കഴിയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ജില്ലയിലെ കോൺഗ്രസ് ലീഗ് നേതൃത്വത്തിനുള്ളത്. അതിൻ്റെ ഒരു സൂചനയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസും ലീഗും അവിടെ മത്സരിക്കുമ്പോൾ ഒന്നുകിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തും ലീഗിനകത്തുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ പലപ്പോഴും അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് അല്ലെങ്കിൽ വലിയ തോതിൽ മുന്നോട്ട് പോകാത്തതിന് കാരണമായിട്ടുണ്ട്. മൈനാജി മത്സരിച്ചപ്പോഴും വേറൊരു ഘട്ടത്തിൽ മാത്രമാണ് ഒരു 5000 ഗ്യാപ്പിലെങ്കിലും എത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് മറികടന്ന് ഒരു പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി UDF പ്രവർത്തകർക്ക് ആവേശകരമായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവിടുത്തെ മത്സരചിത്രം മാറും, വിജയിക്കാൻ കഴിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന രീതിയിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ ഒരു തീരുമാനം ഔദ്യോഗികമായിട്ടില്ലെങ്കിൽ പോലും പി വി അൻവർ രംഗത്തിറങ്ങുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും UDF പ്രധാനപ്പെട്ട കക്ഷികൾ പി വി അൻവറിനെ ബേപ്പൂരിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ച കൂടിയാണ് കോഴിക്കോട് നിന്ന് കാണാനുള്ളത്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ പി വി അൻവർ തന്നെ വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കും.